ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചിങ്ങമാസം ആയതുകൊണ്ട് കൃഷ്ണഗാഥ വായിക്കാറുണ്ട്. അപ്പോൾ അത് വായിക്കേണ്ടതുകൊണ്ട് നേരത്തെ കുളിയെല്ലാം കഴിയും. അപ്പോൾ കുളി കഴിഞ്ഞ് വായനയും കഴിഞ്ഞതിന് ശേഷം ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നോക്കുന്നേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അരിദോശയുണ്ട്, ചമ്മന്തി ഉണ്ട്, ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ട്, പിന്നെ ആപ്പിളുണ്ട്, പിന്നെ കടലക്കറിയുണ്ട്. അപ്പോൾ കടലക്കറി ഇന്നലെ പുട്ടിനുണ്ടാക്കിയ കടലക്കറി ബാക്കിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബീറ്റ്റൂട്ട് ഉപ്പേരിയെല്ലാം ആരെങ്കിലും ദോശയ്ക്ക് കൂട്ടുമോയെന്നല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ബീറ്റ്റൂട്ട് ഉപ്പേരി, ക്യാരറ്റ് ഉപ്പേരി എല്ലാം ദോശേൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി. നല്ലൊരു മധുരമല്ലേ അതിന്, അതുകൊണ്ടായിരിക്കുമോ അറിയില്ല, നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അത് ബാക്കിയുള്ളത് ദോശേൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇനി അലക്കാൻ വേണ്ടി കുട്ടികളെ യൂണിഫോമെല്ലാം സോപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോപ്പ് പൊടിയിലാണ്, സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ച് എല്ലാം അലക്കാൻ വേണ്ടി നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു മക്കളെ, നല്ല മഴയായിരുന്നു. അപ്പോൾ മഴേൻ്റെ ഇടയ്ക്ക് എന്തായാലും പോയി അലക്കി കഴിഞ്ഞാൽ എന്തായാലും ജലദോഷം പിടിക്കും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് കുറച്ച് മഴ കുറഞ്ഞതിന് ശേഷം അലക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനി മഴ കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ അച്ഛൻ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇന്നലെ ഒരു വലിയ മൈസൂർ കോലയും പഴഞ്ചക്ക പഴുത്തതാണ്, പഴഞ്ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ചക്ക വരട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇവിടെ എല്ലാവർക്കും ചക്ക വരട്ടിയത് ഭയങ്കര ഇഷ്ടമാണ്. ചക്ക വരട്ടിയിട്ട് ചക്ക അപ്പം എല്ലാം ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് വരട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ചക്ക ചുളയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലെ കുരുവെല്ലാം കളഞ്ഞ് അത് മിക്സിയിലിട്ട് അടിച്ച് പിന്നെ വെല്ലം വേണം, വെല്ലം ഉരുക്കിയെടുക്കണം. അതെല്ലാം എടുത്തതിന് ശേഷം വേണം, അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണം അത് വരട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരട്ടാൻ കുറേ നേരം എടുക്കുമല്ലോ, അപ്പോൾ പിന്നെ കുറച്ചൊന്ന് തിളപ്പിച്ചിട്ട് ഞാൻ അവിടെ വെച്ചു. നാളെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.